ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈദ്യുത പ്രവാഹത്തിന്റെ വിവിധ ഫലങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞല്ലോ. അതിലെ ഒരു ഫലമായ താപഫലത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയാലോ. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. പാഠപുസ്തകത്തിലെ ചിത്രം 1-2 നോക്കൂ. നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് അവിടെ കാണുന്നത് അല്ലേ? ഒരു പ്രതിരോധകം അഥവാ റെസിസ്റ്റർ, അതുമായിട്ട് ഒരു അമീറ്റർ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു, ശ്രേണിയായി കണക്ട് ചെയ്തിരിക്കുന്നു. അമീറ്ററിൽ നിന്ന് ഒരു സെല്ലിലേക്കും തുടർന്നൊരു സ്വിച്ചിലേക്കും കണക്ഷൻ കൊടുത്തുകൊണ്ട് സർക്യൂട്ട് പൂർത്തിയാക്കുന്നു. പ്രതിരോധകത്തിന് റെസിസ്റ്ററിന് ഇടയിലായി ഒരു വോൾട്ട്മീറ്റർ കൂടി പാരലായി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, വോൾട്ട്മീറ്റർ എല്ലായ്പ്പോഴും സർക്യൂട്ടിൽ പാരലായിട്ട് അഥവാ സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയാണ് വോൾട്ട്മീറ്റർ ഉപയോഗിച്ചത്? റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടുള്ള, പ്രതിരോധകത്തിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വോൾട്ട്മീറ്റർ. അപ്പോൾ അമീറ്റർ ഉപയോഗിക്കുന്നത് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കിയാലോ? നോക്കാം. നമുക്ക് ഒരു നിക്രോൺ കമ്പിയാണ്, 6 വോൾട്ട് ബാറ്ററി, അതുമായിട്ട് ശ്രേണിയിൽ ഒരു അമീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നു. സർക്യൂട്ട് ഓൺ ആക്കുമ്പോൾ കൂട്ടുകാർ അമീറ്ററിന്റെ റീഡിംഗിൽ വരുന്ന മാറ്റം നിരീക്ഷിക്കുമല്ലോ. ഇതാ ഇപ്പോൾ കാണാൻ സാധിക്കും. അമീറ്റർ റീഡിംഗ് 4 ആംപിയറിന്റെ അടുത്തേക്കാണ് നിൽക്കുന്നത്. അതായത് 4 ആംപിയർ കറണ്ടാണ് ഇപ്പോൾ ഈ പ്രതിരോധകത്തിൽ കൂടി കടന്നു പോകുന്നത്. നിക്രോൺ കമ്പി ചുട്ടു പഴുത്തിരിക്കുന്നത് കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ വോൾട്ടേജ് അളക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു വോൾട്ട്മീറ്റർ, ഇതാണ് വോൾട്ട്മീറ്റർ സമാന്തരമായി ഈ നിക്രോൺ കമ്പിയിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജും അളക്കാൻ സാധിക്കും. അപ്പോൾ സർക്യൂട്ടിൽ അമീറ്റർ, വോൾട്ട്മീറ്റർ എന്നീ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അമീറ്റർ കറന്റ് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്നതിന് വേണ്ടിയിട്ടും വോൾട്ട്മീറ്റർ വോൾട്ടത അഥവാ വോൾട്ടേജ് അളക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. വോൾട്ടതയ്ക്ക് നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നും പറയും കേട്ടോ. നമുക്ക് ഇവിടെ നോക്കാം. നോക്കൂ, V = വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം. അതിനെ നമ്മൾ V എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുക. I എന്ന് പറഞ്ഞാൽ കറന്റ് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത. അത് അളക്കുന്നത് ആംപിയർ എന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ക്യാപിറ്റൽ A ആണ് നമ്മൾ ആംപിയറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബൽ. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പ്രതിരോധകം എന്ന് പറയും. പ്രതിരോധകം അത് അളക്കുന്നത് ഓം എന്ന യൂണിറ്റിലാണ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് കൂട്ടുകാർ 9ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓം നിയമം എന്ന് പറയുന്ന ഒരു നിയമമായിരുന്നു നമ്മൾ അവിടെ പഠിച്ചത്. അവിടെ വിയെയും ഐയെയും ആറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സമവാക്യവും പഠിച്ചിരുന്നു. സമവാക്യം എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ വേണ്ടി ഞാനൊരു എളുപ്പ വഴി കൂടി നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ ടാറ്റ വണ്ടിയുടെ സിംബൽ ഒരു സർക്കിളിനുള്ളിൽ ക്യാപിറ്റൽ T ആണ്. ആ സിംബൽ വരച്ചതിന് ശേഷം അതിന്റെ മുകൾ ഭാഗത്ത് വിയും താഴെ ഐയും ആറും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഓം നിയമത്തിന്റെ സമവാക്യം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. V ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക, മറച്ചു വെക്കുക. നോക്കാം, വിനെ ഞാൻ മറച്ചു വെക്കുന്നു. അപ്പോഴെന്താ ഇക്വേഷൻ? V = I × R. അപ്പോൾ I കണ്ടുപിടിക്കണമെങ്കിലോ ഐനെ ഞാൻ മറച്ചു വെക്കുന്നു, ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. I = V/R. R കണ്ടുപിടിക്കുന്നതെങ്കിൽ R നെ മറച്ചു വെക്കുന്നു. R = V/I.
ഐ. അപ്പോൾ ഈ സമവാക്യം, ഓം നിയമത്തിൽ ഉപയോഗിക്കുന്ന ഈ സമവാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ തുടർന്നു വരുന്ന പാഠങ്ങളിലും ഈ പാഠത്തിലുമെല്ലാം കണക്കുകൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഓം നിയമത്തിന്റെ സമവാക്യമാണ് ഉപയോഗിക്കുക. നമുക്ക് നോക്കാം. അപ്പൊ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, ഐ കറണ്ട്, ആർ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധകം. കൂടാതെ നമ്മൾ വൈദ്യുതി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഈസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. വൈദ്യുത ചാർജിന്റെ ഒഴുക്കാണ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ചാർജിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, ഏത് സിമ്പൽ കൊണ്ടാണ് സൂചിപ്പിക്കുക? ക്യാപിറ്റൽ ക്യൂ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച സമവാക്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഐ ഇസ് ഈക്വൽ ടു കറണ്ട്, ഐ ഇസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. ചാർജിനെ, വൈദ്യുത ചാർജിനെ ടൈം, സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടും. ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ഐ സമം ക്യൂ ബൈ ടി. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ്, അത് അളക്കുന്നത് കൂളം എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം, സമയമാണ്, അത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അളക്കുന്നത്. സോ ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അതിന് നമ്മൾ സമവാക്യം 1 എന്ന് കൊടുക്കാം. കാരണം നമുക്ക് പിന്നീട് ഈ സമവാക്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനതിന് സമവാക്യം 1 എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിനെ ഇവിടെ ഈ സമവാക്യത്തിലെ ടി ഹരിക്കണം എന്നുള്ള ടി, ഡിവൈഡഡ് ബൈ എന്നുള്ള ടി നമ്മൾ ഇക്വേഷന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻഡു എന്നായി മാറും, ഗുണിക്കണം എന്നായി മാറും. സോ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടി നമുക്ക് എഴുതാം. ഈ സമവാക്യത്തെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാം. കൂടാതെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച വർക്ക്, പവർ, എനർജി, പ്രവൃത്തി, പവർ, ഊർജം എന്ന ചാപ്റ്ററിലെ മറ്റൊരു സമവാക്യം കൂടി നമുക്ക് പരിചയപ്പെട്ടാലോ? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. പവർ സമം പ്രവൃത്തി ഹരിക്കണം സമയം. ഈ സമവാക്യവും നമ്മൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. അതിന് നമ്മൾക്ക് സമവാക്യം 2, രണ്ടാമത്തെ സമവാക്യം 2 എന്ന് നമുക്ക് തൽക്കാലം അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമുക്ക് സമവാക്യം. ഇത് ചിത്രത്തെ ഒന്നുകൂടി വിശകലനം ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചാർജ് പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ വൈദ്യുത പ്രവാഹം നെഗറ്റീവിലേക്ക് ഇങ്ങനെ ഒഴുകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ എത്ര വോൾട്ടേജ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തതെന്ന് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടും, അപ്പോൾ അതിൽ കൂടി ഒഴുകുന്ന കറണ്ട് നമുക്ക് അമീറ്റർ ഉപയോഗിച്ചിട്ടും നമ്മൾ അളന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ചിത്രത്തെ ഞാൻ മായ്ക്കുന്നു. ഇവിടെ നോക്കൂ, ആ ചാലകത്തെ, ആ റെസിസ്റ്ററിനെ ഞാൻ കുറച്ച് വലുതാക്കി വരച്ചിരിക്കുകയാണ്. എ ബി എന്ന് പറയുന്ന ചാലകത്തിൽ കൂടിയാണ് വൈദ്യുതി ഒഴുകുന്നത് എന്ന് വിചാരിക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് ചാർജ് ഒഴുകണം. ചാർജിന്റെ ഒഴുക്കിനെ നമ്മൾ കറണ്ട് എന്നാ പറയുക. അപ്പോൾ ഇവിടുന്ന് എയിൽ നിന്ന് ഒരു കൂളം ചാർജ് ബിയിലേക്ക് ഒഴുകണമെന്നിരിക്കട്ടെ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ഒരു വസ്തുവിനെ നീക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രവൃത്തി ചെയ്യണം അല്ലേ? ഒരു വർക്ക് ചെയ്യണം. അപ്പോൾ ചാർജ് വെറുതെ അങ്ങോട്ട് എയിൽ നിന്ന് ബിയിലേക്ക് എത്തില്ല. എയിൽ നിന്ന് ബിയിലേക്ക് ചാർജിനെ എത്തിക്കണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കിയാലോ? നോക്കാം. ഒരു കൂളം ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ ഉള്ള വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആണെന്നിരിക്കട്ടെ. അപ്പൊ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട്. ഒരു കൂളം ചാർജ് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. വർക്ക് ഇസ് ഈക്വൽ ടു, വർക്ക് W ഇസ് ഈക്വൽ ടു, ചാർജ് എത്രയായിരുന്നു? 1 കൂളം അല്ലേ? ഒരു കൂളമാണ്. അപ്പൊ 1 ഇൻറ്റു എത്ര വോൾട്ടേജാ? 1 വോൾട്ട് ആണ്. അപ്പൊ 1 ഇൻറ്റു 1, 1 ഗുണിക്കണം 1. ഇതാണ് അവിടെ ചെയ്ത വർക്ക്. ഈക്വൽ ടു 1 ജൂൾ.
അപ്പോൾ 1 കൂളം ചാർജിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ 1 ജൂൾ പ്രവൃത്തി ചെയ്യണം. എയിൽ നിന്ന് ബിയിലേക്ക് 1 കൂളം ചാർജിനെ കൊണ്ടുപോകണമെങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആണെങ്കിൽ അപ്പോൾ ചെയ്യപ്പെടേണ്ട പ്രവൃത്തി 1 ജൂൾ ആണ്. 1 × 1. അങ്ങനെയാണെങ്കിൽ ചാർജ് 1 കൂളം എന്നതിന് പകരം Q കൂളം എന്നായിരിക്കട്ടെ. Q കൂളം ചാർജിനെയാണ് എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ 1ന് പകരം നമ്മൾ ഇവിടെ ഈ 1ന് പകരം നമ്മൾ Q എന്നെടുക്കുന്നു. Q കൂളം ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ സമവാക്യത്തിൽ മാറ്റം വരും. W = 1 കൂളമല്ല Q കൂളമാണ്. അപ്പൊ Q × 1. Q × 1. സമവാക്യം ചെറുതായിട്ട് മാറി. ഇനി എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ടിന് പകരം V വോൾട്ടാന്നിരിക്കട്ടെ. V ആന്ന് വിചാരിക്കുക. പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് അല്ല, അതിന് പകരം V വോൾട്ടാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഈ 1ന് പകരം നമ്മൾ V ന്നും കൂടി ആക്കണം. അപ്പോൾ പ്രവൃത്തി വർക്ക് = Q × V. അത് നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. വർക്ക് = Q × V. ഇവിടെ Q എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്ത ചാർജ് ആണ്. ദി ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോയിങ് ഫ്രം എ ടു ബി. ആൻഡ് V ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ് എ ആൻഡ് ബി. എയ്ക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് V. അപ്പോൾ Q കൂളം ചാർജിനെ V പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ Q അളവ് ചാർജിനെ V പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ നമ്മൾ അതിനെ മലയാളത്തിൽ വോൾട്ടത എന്നൊക്കെ നമ്മൾ പറയും. V വോൾട്ടതയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി W = Q × V ആണ്. W = Q × V എന്ന് പറയുന്ന ഈ പ്രവൃത്തി ചെയ്തത് നമ്മൾ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബാറ്ററിക്ക് ഒരു പവർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. പവർ P = വർക്ക് ബൈ ടൈം. പ്രവൃത്തി ഹരിക്കണം സമയം. ഇതാണ് പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ പവർ എന്ന് കണ്ടുപിടിച്ചാലോ? ബാറ്ററി 1 സെക്കൻഡ് കൊണ്ട് സർക്യൂട്ടിലോട്ട് നൽകുന്ന പവർ P = W/T. W പകരം നമ്മൾ ഇക്വേഷൻ 3 ശ്രദ്ധിക്കുക. W = Q × V ആണ്. അപ്പൊ W പകരം നമുക്ക് Q × V എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പവർ P = Q × V/T. ഇതിലെ Q/T ഞാൻ റൗണ്ട് ചെയ്തേക്കുന്ന Q/T ഇക്വേഷൻ 1 നോക്കൂ. Q/T = I ആണ്. അങ്ങനെയാണെങ്കിൽ ഈ Q/Tക്ക് പകരം നമുക്ക് I എന്ന് ഇട്ടുകൊടുത്താൽ സമവാക്യം എങ്ങനെ മാറും? പവർ P = I × V. അപ്പൊ പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഇതാണ്. ബാറ്ററിയുടെ പവർ 1 സെക്കൻഡ് സമയം കൊണ്ട് ബാറ്ററി സർക്യൂട്ടിലേക്ക് നൽകിയ പവർ. അപ്പോൾ ബാറ്ററി 1 സെക്കൻഡ് കൊണ്ട് സർക്യൂട്ടിലേക്ക് നൽകിയ എനർജി, ഊർജം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഊർജം കണ്ടുപിടിക്കാൻ നമുക്കൊരു സമവാക്യമുണ്ട്. എനർജി = പവർ × ടൈം. ഇതാണ് ഇക്വേഷൻ. എനർജി = P × T. P നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. P = I × V ആണ്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് നൽകിയ എനർജി നിക്രോം കോയിൽ എന്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷമായത്? താപരൂപത്തിലല്ലേ? അപ്പൊ എനർജിക്ക് പകരം നമുക്ക് താപം എന്ന് ആക്കിക്കൂടെ? ഹീറ്റ് എന്നാക്കിക്കൂടെ? ഹീറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? H ആണല്ലേ? അപ്പോൾ നമുക്ക് എനർജിക്ക് പകരം H എന്നെഴുതാം. H = P. P ക്ക് പകരം I × V അല്ലെങ്കിൽ V × I. V ആദ്യം എഴുതുന്നു.
വി ഇൻറ്റു ഐ ഇൻറ്റു ടി. ടി വി ഐ ടി. ഇതാണ് നിക്രോൺ കമ്പിയിൽ ഉണ്ടായ താപോർജം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം. എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. വിറ്റ് എന്ന് നമുക്ക് ചുരുക്കി പറയാലേ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സമവാക്യത്തെ നമുക്ക് മറ്റ് രണ്ട് രീതിയിൽ കൂടി മാറ്റി എഴുതിയാലോ? നോക്കാം നമുക്ക്. കൂട്ടുകാർ നോക്കൂ, ഓം നിയമം നമ്മൾ പഠിച്ചല്ലോ. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ഈ സമവാക്യത്തിൽ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി എന്ന ഈ സമവാക്യത്തിൽ വിക്ക് പകരം ഓം നിയമം അനുസരിച്ച് നമ്മൾ ഐ ആർ എന്ന് ഇട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു വി. വിക്ക് പകരം നമ്മൾ ഐ ഇൻറ്റു ആർ. എച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇൻറ്റു ഐ ടി ഇൻറ്റു ഐ ടി. ഇങ്ങനെ എഴുതിക്കൂടെ? ഐ ഇൻറ്റു ഐ, ഐ സ്ക്വയർ. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇങ്ങനെയും നമുക്ക് എച്ച് കണ്ടുപിടിക്കാം, താപം ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ താപം കണ്ടുപിടിക്കുന്നതിനുള്ള രണ്ടാമത്തെ സമവാക്യമായി. എന്നാൽ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് നോക്കിയാലോ? ആറിന് പകരം ഓം നിയമം അനുസരിച്ച് നമുക്ക് വി ബൈ ഐ എന്നിട്ട് കൊടുത്തു നോക്കിയാലോ? സോറി, ഐക്ക് പകരം നമുക്ക് വി ബൈ ആർ എന്നിട്ട് കൊടുത്തു നോക്കിയാലോ? ഈ സമവാക്യത്തിൽ എച്ച് ഇസ് ഈക്വൽ ടു വി. വി അതുപോലെ നമ്മൾ എഴുതുന്നു. ഐക്ക് പകരം വി ബൈ ആർ ഇൻറ്റു വി ബൈ ആർ ഇൻറ്റു ഐ ടി. വി ഇൻറ്റു വി, വി സ്ക്വയർ. എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു ടി ബൈ ആർ. ഇങ്ങനെയും നമുക്ക് താപം കണ്ടുപിടിക്കാം. കൂട്ടുകാർ നോക്കൂ, അപ്പോൾ താപം കണ്ടുപിടിക്കാൻ നമുക്ക് എത്ര സമവാക്യങ്ങളായി? എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. ഇതിൽ ഏത് സമവാക്യം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം? ഇങ്ങനെ ഈ സമവാക്യങ്ങൾ, ഈ മൂന്ന് സമവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് എക്സാമിനേഷൻ സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് സമവാക്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഓം നിയമത്തിന്റെ സമവാക്യങ്ങൾ കൂടെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കണക്കുകളും നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ സാധിക്കും. ശരി, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം നിർദ്ധാരണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. തൽക്കാലം നമുക്ക് നിർത്താം.